ഒരു കാണിക്കവഞ്ചിയിലും ഇടേണ്ടതില്ല, ഒരാൾ ദൈവത്തെയും പ്രസാദിപ്പിക്കേണ്ടതില്ല, ഒരിടത്തും നിങ്ങൾ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കേണ്ടതില്ല. യേശുവിനെ രാജാവ് ഏറ്റുപറയുന്നതിന് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു മലയും കയറണ്ട, ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളും കയറി ഇറങ്ങി നടക്കണ്ട, ഒരു കാണിക്കവഞ്ചിയിലും പൈസ ഇടണ്ട, ഒരാൾ ദൈവത്തെയും പണം കൊടുത്ത് പ്രസാദിപ്പിക്കേണ്ട, ഒരാളുടെ മുമ്പിലും ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് അവനെ ആരാധിച്ചാൽ മാത്രം മതി. നീ എവിടെയായിരുന്നാലും അതായത് നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ക്ലിഫ് ഹൗസിൽ പോകണം, പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ജൻപഥയിലേക്ക് പോകണം, അല്ലെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണണമെങ്കിൽ വൈറ്റ് ഹൗസിലേക്ക് പോകണം. പക്ഷെ യേശുവിനെ കാണണമെങ്കിൽ നീ ഒരിടത്തേക്കും പോകണ്ട. നിന്റെ വീട്ടിലിരുന്നാലും, നിന്റെ അടുക്കളക്കകത്തും, നിന്റെ ബെഡ്റൂമിനകത്തും, നിന്റെ പൂമുഖത്തും, വരാന്തയിലും, നിന്റെ പറമ്പിലും അവൻ നിന്നെ തേടി അങ്ങോട്ട് വരും. പറഞ്ഞേ ഹല്ലേലൂയ.